വർഷങ്ങളായി ഗതാഗതക്കുരുക്കിലാണ് തൃപ്പൂണിത്തുറയിലെ കണിയാമ്പുഴ റോഡ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കണിയാമ്പുഴ റോഡിലെ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും പ്രദേശവാസികൾ ദുരിതത്തിലാകുകയാണ്. പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് കണിയാമ്പുഴ റോഡ്. വീതിയില്ലാത്ത റോഡ് നാട്ടുകാർക്ക് തലവേദനയായിട്ട് വർഷങ്ങളായി. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വലിയ വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ മണിക്കൂറുകളോളം നീളും ഗതാഗതക്കുരുക്ക്. ഇപ്പം നിലവിൽ ഈ റോഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടും കുണ്ടും കുഴിയുമായിട്ടുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒട്ടും പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ. അതുകൂടാതെ ഈ ചെളിവെള്ളം എവിടെ നിന്നൊക്കെ ഒഴുകുന്ന കാനയിലെ മലിനജലമാണ്. പാതി വഴിയിൽ നിർത്തിയിരിക്കുന്ന കാനയാണ്. അതിൽ നിന്ന് വരുന്ന മലിനജലമാണ് ഈ റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ സ്കൂൾ വിട്ട കുട്ടികൾ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങൾ പകരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഇൻഫോ പാർക്ക്, കളക്ട്രേറ്റ് അടക്കം കാക്കനാട്, ഇരുമ്പനം, എരൂർ ഭാഗങ്ങളിൽ നിന്നും വൈറ്റില മൊബിലിറ്റി ഹബ്ബിലേക്കും തിരിച്ചും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്നത് കണിയാമ്പുഴ റോഡിലൂടെയാണ്. പല ഭാഗത്തും 3-4 മീറ്റർ വീതി മാത്രമാണുള്ളത്. കൂടാതെ അശാസ്ത്രീയമായുള്ള കാന നിർമ്മാണം റോഡിൽ വെള്ളക്കെട്ടുമുണ്ടാക്കുന്നു. ഇവിടെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് പണി, ഒരു കാന പണിയതാണ് ഇവിടെ ഇത്രയും പ്രശ്നമായത്, രൂക്ഷമായത്. നമുക്ക് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതവിടെ പകുതിക്ക് വെച്ച് നിർത്തിയാൽ കാണാം. ഒരിടത്തും കൂട്ടിമുട്ടുന്നില്ല കാന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ വെള്ളം ശക്തമായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച വെള്ളം മഴ ഇല്ലാതിരിക്കുന്ന മാത്രമാണ് ഈ റോഡിലെ വെള്ളം ഒന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറി വരുന്ന ഭരണം അനുസരിച്ച് അവർ പറയുന്നുണ്ട് വീതി കൂട്ടുന്നുണ്ട്, 10 കോടി പാസ്സായി എന്നൊക്കെ. പക്ഷേ ആ 10 കോടി കൊണ്ട് നമുക്കൊന്നും ആവില്ല. ഇവിടെ പല 2 സൈഡിൽ നിന്നും ആൾക്കാരുടെ സ്ഥലം ഏറ്റെടുക്കണം. പിന്നെ റോഡിന് വീതി ഒന്നും ആയിട്ടില്ല. ഇപ്പം പറയുന്നത് ഗവൺമെൻറ് പൈസ ഇല്ല എന്ന് പറയുന്നു. മഴക്കാലത്ത് കാന നിറഞ്ഞ് റോഡിൽ വെള്ളം നിറയുന്നതോടെ നടക്കാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ്. സ്ഥിരമായി റോഡിൽ വെള്ളം നിൽക്കുന്നതിനാൽ പായൽ പിടിച്ചതോടെ വാഹനങ്ങളും യാത്രക്കാരും തെന്നി വീഴുകയും ചെയ്യും. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചത്തേക്ക് അവിടെ വെള്ളപ്പൊക്കം. പിന്നെ കണ്ടിന്യൂസ് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ ഇന്റർലോക്ക് ടൈലിൽ കരിമ്പായിൽ പിടിക്കും. കരിമ്പായിൽ ഇപ്പം ഞാൻ വരുന്ന വഴിക്കൊന്ന് സ്കിഡ് ചെയ്തു. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കണിയാമ്പുഴ കനാലിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് അവർ ഇട്ടേക്കുന്നത്. പക്ഷെ കണക്റ്റഡ് ആയിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ച അവിടെ വെള്ളക്കെട്ടാം. 25 വർഷം മുമ്പാണ് കണിയാമ്പുഴ റോഡ് നിർമ്മിച്ചത്. 2019-20 ബജറ്റിൽ റോഡ് വികസനത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരുന്നു. സർവേ കഴിഞ്ഞ് കല്ലുമിട്ടു. എന്നാൽ 5 വർഷമായി വികസനം കടലാസിൽ മാത്രമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആ കാനയിലെ വെള്ളം ഈ റോഡ് വഴി ഒഴുകിയിട്ട് ഇവിടെ ആളുകൾക്ക് നടക്കുവാനോ 2 വീലറുകാർക്ക് പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. വണ്ടികൾ പോകുമ്പോൾ വെള്ളം തെറിക്കുന്നു. ആ വെള്ളം തെറിക്കുന്നതിലൂടെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തല്ലുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പോൾ 2 വീലറുകൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് വീഴുന്ന കണ്ടീഷനായി. നിരവധി പ്രക്ഷോഭങ്ങൾ നാട്ടുകാർ നടത്തിയെങ്കിലും അധികാരികൾ അനങ്ങിയിട്ടില്ല. റോഡിന്റെ വീതി കൂട്ടി ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ജനം, കൊച്ചി.